അതും ഇതൊരു വേറെ രാജ്യമായി തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് വേണം. പിന്നെ ഞങ്ങൾക്ക് ബസ്സുകളെ ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്കായാലും ബാംഗ്ലൂർക്കായാലും അതുപോലെ കൊച്ചിക്കായാലും ഞങ്ങൾക്ക് ചമ്മാട്ടിക്ക് പോകേണ്ട മൈലേജ് VK പിടിക്കൽ അത്രയും എവിടേക്ക് വേണമെങ്കിലും അങ്ങനത്തെ ഇതിപ്പോൾ ഞങ്ങൾ ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല, ഒരു വണ്ടി നിർത്തുന്നില്ല. അധികാരികൾ ആരും ഇവിടെ VK മൊത്തത്തില് ബസ്സില്ല, ഫോണില്ല. ഈ VK പടി പറഞ്ഞ പ്രദേശം ലിമിറ്റഡ് സ്റ്റോപ്പും ഫാസ്റ്റ് പാസഞ്ചറും ഞാൻ ചോദിക്കണത് അത് നിങ്ങൾ ആദ്യത്തെ കാര്യമാണ്. ഇപ്പൊ അറിയുമ്പോ ഈ VK പടി പറയുന്നത് ഇപ്പൊ ഈ സ്ഥലത്തിനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുമ്പ് കൂടെ ബസ് പോണില്ല. എന്നാലും ഓൾട്ടർനേറ്റീവ് പിന്നെ ഇതിലെന്താ പ്രശ്നം? ഇപ്പൊ രണ്ട് പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് വേണം. ഫുട് ഓവർ ബ്രിഡ്ജിന് മെയിൻ നമ്മൾ തത്വത്തിൽ പ്രൊജക്ട് ഡയറക്ടർ അത് അംഗീകരിച്ചു പോയതാണ്. ബസ് നിർത്താത്തതിന്റെ കാരണം കുളപ്പുറത്ത് അവിടെ ഓപ്പോസിറ്റ് ബസ് നിർത്തും. അത് കഴിഞ്ഞിട്ട് VK പടിന്റെ അടിയിൽ അവിടെ അല്ല കണക്ഷൻ ഇല്ലാത്ത അവിടെ അടിയിലാണ്ട് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ട്. വണ്ടി അതിലെ കയറി അവിടെ ഒരു എൻട്രി പാസ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് സ്റ്റോപ്പ് പിന്നെ നമ്മൾ പോണ ബസ്സുകളൊക്കെ അതിന്റെ അടിക്കാണ് കയറുന്നത്. എന്നിട്ട് താഴത്തു കൂടെയാണ് പോകുന്നത്. ഇവിടെ വിദ്യാർത്ഥികളായാലും യാത്രക്കാരും അവിടെ ഇറങ്ങിയാണ്ട് അങ്ങോട്ട് കടക്കാൻ ആക്സിഡന്റ് ഉണ്ടാകുക. ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ വെളിമുറിലാണ് അവര് വണ്ടി അവിടെ കയറും. അതിൽ തൽപ്പാറ അല്ല, അതാണ് നമ്മളെ പഞ്ചായത്തിന്റെ അതിൽ തൽപ്പാറ അറിയാൻ വേണ്ടി എനിക്കൊന്നും അറിയില്ല. അറിയാതെ നിൽക്കുന്ന ഒരാളായാണ്, അതുകൊണ്ട് ചോദിക്കണതിൽ പൊട്ടത്തരണങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ വെച്ചാല് ഈ പറയുന്ന പിന്നെ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നാൽ ഈ പറയുന്ന ബസ്സിന്റെ ഇഷ്യൂ കൂടി പരിഹരിക്കും. രണ്ടാണ്. ഈ പഞ്ചായത്തുകളിലെ മെയിൻ പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ ഓഫീസ്, ഹയർ സെക്കൻഡറി സ്കൂള്, വില്ലേജ് ഓഫീസുകളുള്ള മെയിൻ സിറ്റി ഭാഗമാണ്. അതേമാതിരി ഇപ്പുറത്തേക്ക് മമ്പുറം ലിങ്ക് റോഡ്, മക്കാമുക്ക് ആയുർവേദ ഹോസ്പിറ്റൽ, മമ്പുറം സ്കൂള്, അപ്പുറത്തേക്ക് താലൂക്കൊക്കെ പോകാനുള്ള പാലെടുത്തില്ല. അതിനൊക്കെ ഇറങ്ങേണ്ട മെയിൻ ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ ആയിരുന്നു ഇത്. അപ്പൊ ഈ ഹൈവേ ഇങ്ങനെ വന്നത് കൊണ്ട് അത് ഇപ്പം പറഞ്ഞ മാതിരി ഇന്ത്യയും പാകിസ്ഥാനും ആയി അപ്പുറം അതിന് പരിഹാരം കാണണമെങ്കിൽ ഏറ്റവും മെയിൻ പോയിന്റ് ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞില്ല. ഫുട് ഓവർ ബ്രിഡ്ജിന്റെ അപ്പുറത്തുണ്ട് ബോഷ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ MLA MP ഒക്കെ പരാതികൾ കൊടുത്തു. അങ്ങനെ തത്വത്തിൽ പ്രൊജക്ട് ഡയറക്ടർ വന്നിട്ട് കളക്ടറേറ്റ് മീറ്റിംഗ് കൂടിയിട്ട് അന്ന് അലിയപ്പുറം അടക്കമുള്ള സമയത്ത് തത്വത്തിൽ ഇവിടെ ഒരു ഇത് അംഗീകരിച്ചു. പക്ഷെ ഞങ്ങൾ ഡോക്യുമെന്റ് ഉണ്ട്, തത്വത്തിൽ അംഗീകരിച്ച ഡോക്യുമെന്റ് ഇല്ല. അതേസമയം ഞങ്ങൾ കൊടുത്ത കത്തിന്റെ അവര് പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ നമ്മളെ ഈ സൈഡിലും ആയിട്ട് ഒരു 15-20 മീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിൽ സ്ഥലം കിട്ടണം. 2 ഭാഗം അത് നടക്കില്ല. അത് കിട്ടാൻ ഒരു സാധ്യത ഇല്ല. ഞങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ, കാസർഗോഡ് കണ്ണൂർ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് 100 മീറ്ററിന്റെ അടിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ്. ഞാൻ ഇപ്പൊ കർണാടകയിൽ പോയി നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൽ പോയി വരുമ്പോഴൊക്കെ ഇത് ഇങ്ങനെ കാണും. അപ്പൊ അവിടെ ഒരു നിയമം, ഇവിടെ ഒരു നിയമം അല്ല. അഡീഷണൽ സ്ഥലം എടുക്കാതെ ഈ ഫുട് ഓവർ ബ്രിഡ്ജ് മുന്നിൽ നേരെ കെട്ടിയിട്ട് കോഴിക്കോടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ നമ്മളൊക്കെ ഇത് കൊടുത്തു. കത്ത് ഞങ്ങൾക്ക് തന്നെന്ന് വെച്ചാൽ, നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി തരാണെങ്കിൽ ഞങ്ങള് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത്ര മീറ്റർ സ്ഥലം കൊടുക്കാതെ ഈ പരിസരത്ത്, ഈ മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഇത് കൊടുത്ത സ്ഥലമുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ എടുത്താണ് അത് മാത്രല്ല, നോക്കിയാൽ 2 കാണാം. ഹൈവേ അതോറിറ്റി നമ്മൾ പഞ്ചായത്തിന് തന്നിട്ടുള്ള മറുപടി സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഹൈവേ ആയാലും ഈ പിന്നെ ഈ ROB പോലുള്ള കാര്യങ്ങൾക്ക്
സ്വാഭാവികമായിട്ട് ഇവരുടെ എന്താ വെച്ചാൽ എങ്ങനെ ഒഴിവാക്കാവോ എന്നാണ് ഒരു പൊതുവിൽ ആലോചിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതിനൊരു കാരണം പറയാം. അതിനോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ പ്രീവിയസ് ആയിട്ട് നേരെ ഒരു സാധനം ഉണ്ട്. അതെ, രണ്ട് നീതിയാണ്. അതാണ് അത് മാത്രമല്ല, കാനങ്ങാട് ഞങ്ങൾ പോരുമ്പോൾ 100 മീറ്ററിന്റെ അടിയിലാണ് 100 മീറ്ററിന്റെ അടി സാർ. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വേദനയാണ്. ഞങ്ങൾക്ക് വന്നിട്ട് അതിന്റെ പൊസിഷനിൽ ഇപ്പൊ ലാസ്റ്റ് എത്തിക്കുന്നത് ഇവരുടെ മറുപടിയാണ്. മറുപടി പ്രൊജക്ടർ ഓഫീസ് ഞാൻ നേരിട്ട് പോയിട്ട് കൊടുത്താണ്. അതിന്റെ പഞ്ചായത്ത് തന്നിട്ട് രേഖ സാറിന് നമ്മൾ കൈമാറാം. അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. റീജിയണൽ ഓഫീസിൽ ഞങ്ങൾ നേരിട്ട് പോയി കൊടുത്താണ് തിരുവനന്തപുരം.